കുളം കാടുകളിൽ വല്ലവരും പാടി വരും തെന്നല്ലേ സ്പാൻഡർ തെന്നല്ലേ. മണി 10 അലാറടിക്കാത്ത എന്ത് വീണേനെ. ആശാനെ മണി 10 അലാറടിച്ച് എഴുന്നേക്ക്. അലാറം നിർത്തറ തെണ്ടി. തന്തൊക്കെ വിളിക്കരുത്. നിന്നെയാടാ തെണ്ടി എന്ന് വിളിച്ചത്. അപ്പൊ ഇന്നലെ പറഞ്ഞ എന്റെ തന്തയുടെ തെണ്ടിന്ന്. അച്ചു നീ മേടിക്കും. അലാറം കൂടിയാ ദൈവമേ, ഈ ടൈമിൽ തന്നെ തല്ലു കൊള്ളിക്കും. നിക്കണൂല കൊണ്ടാടാ കണ്ടിട്ട്. അയ്യോ അയ്യോ ഇതെന്ത് ചെയ്യും? അലാറം ഇവനെ ഞാൻ ഇന്ന് കൊല്ലും. ഞാൻ ഇന്നലെ അത്താഴപ്പക്ഷി കിടന്നവനാ. ഞാനും ബിരിയാണി അല്ല തിന്നത്, വായു തന്നെയാണ്. നിനക്കത് മതി. ഞാനേ മേലടങ്ങി പണിയെടുക്കുന്നവനാ. നേരം വല്ലോ അകത്തോട്ട് ചെന്നില്ലെങ്കിലേ തല കറങ്ങും. ആ കേശവളിയുടെ പറ്റി തീർക്കാത്തോണ്ട് ചായക്കടലിട്ടും പോകാൻ മേല. എന്നാ പിന്നെ വിശപ്പ് തീർക്കാൻ എവിടെയും കിടന്ന് ഉറങ്ങാന്ന് വെച്ചാൽ ഒടുക്കത്ത ഒരു അലാറം. അയ്യോ എന്റെ പൊന്ന് സാറേ, ഒന്നും മനഃപൂർവ്വമല്ല. ഈ എരണം കെട്ടവൻ ഒറ്റ ഒരുത്തം കാരണമാ. ഇവൻ ഏറൊഴിഞ്ഞു കളഞ്ഞില്ലേ? അത് കൊള്ളാം. എന്നിട്ട് ഞാൻ തലപൊളിഞ്ഞ പോലെ സർക്കാർ ആശുപത്രി തിന്നെ കിടന്നിട്ടോ അല്ലേ? ദേ ഉന്നില്ലാത്തൊരു എറിയാൻ നിൽക്കരുത് മാഷേ. പട്ടിക്കിട്ട് പട്ടി വീടും അല്ലെ പോത്തിന്റെ തലക്കിട്ടല്ലേ കൊള്ളുണ്ട് അല്ലേ സാറേ? ദേ കണ്ടാ കാലിട്ട് വിട്ടു കണ്ടാ. വർഗീസ് അച്ഛന്റെ ഗ്യാരണ്ടിയിലാ തനിക്ക് ഞാൻ ഈ ലോൺ തന്നു. ഇതിപ്പോ 5 ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആയി. ആസ് പെർ റൂൾസ് ഞങ്ങൾ ഗ്യാരണ്ടിയറെ വിവരറിയിക്കും. എന്നിട്ടും ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ഗുണ്ടാകളെ വിട്ട് വണ്ടി പിടിക്കും. ഇത് ഞങ്ങളും കുറെ ചെയ്തിട്ടുള്ള സാറേ. ഇല്ലടാ പിന്നെ സാർ ആരെയും ഒന്നും അറിയിക്കണ്ട. അനാഥാലയത്തിലോട്ട് അരിമേടിക്കാൻ ഗതിയില്ലാത്ത അങ്ങേരെ ഇനി ഇതും പറഞ്ഞ് ടെൻഷൻ എടുപ്പിക്കണ്ട. 15 ഗഡു ഞാൻ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. ഇനി 5 ഗഡു മാത്രമേ ഡിഫാൾട്ട് ഉള്ളൂ. അത് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ അടച്ചിരിക്കും. ഏറിപ്പോയ 2 ആഴ്ച ഉറപ്പ്. 2 ആഴ്ച ഒന്നും ആകൂല സാറേ, കൂടി വന്ന 2 മാസം അല്ലേ? കാശിന് എവിടെ പോകും മാഷേ? വണ്ടി വിട്ടേക്കാം. നീ ആ ബ്രോക്കർമാരോടൊക്കെ ഒന്ന് പറഞ്ഞേക്ക് മാഷേ. അല്ലാണ്ട് എന്ത് ചെയ്യാനടാ? അടുത്ത ആഴ്ച അപ്പൂന്റെ സ്കൂൾ അടയ്ക്കും. പിന്നെ 2 ആഴ്ച അവൻ എന്റെ കൂടെ അല്ലേ. വർഷത്തിൽ 10-12 ദിവസമെങ്കിലും സ്വന്തം കുഞ്ഞിന് അരിമേടിക്കാൻ ഉതകാത്ത ഇത് എനിക്ക് വേണ്ട. 2 ആഴ്ച കഴിഞ്ഞാൽ അപ്പു തിരിച്ചു പോകും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ അടുത്ത സ്കൂൾ വർഷമായി. ഓണവധിക്ക് അപ്പു പിന്നെയും വരും. അപ്പൊ എന്തെടുത്ത് വിൽക്കും? ഈ അവധിക്കാലം കൂടെ കഴിഞ്ഞാൽ പിന്നെ അപ്പു എന്നെ കാണാൻ വരില്ല. എന്റെ മോന് പിന്നെ ഒരിക്കലും എന്നെ കാണാൻ വരാൻ പറ്റില്ല. 2 മാസം കഴിഞ്ഞ ഡൈവോഴ്സ് കേസിന്റെ വിധിയാവും. അത് കഴിഞ്ഞാൽ രഘുവും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കും. പിന്നെ ഒരിക്കലും അപ്പു എന്നെ കാണാൻ പറ്റില്ല. അവൻ സമ്മതിക്കല. രഘു അപ്പു 2 പേരുടെ കൂടെ നിന്നോളാൻ കോടതി വിധി ഉള്ളതല്ലേ? ആ വിധി നടത്തിക്കിട്ടാൻ ഞാൻ എന്റെ കുഞ്ഞിനെ പിന്നെയും കോടതി കയറ്റണ്ടേ? അത് വേണ്ട. എനിക്ക് അവന്റെ ഭാവിയാ വലുത്. എന്റെ സെന്റിമെന്റ്സ് അവന്റെ നാശത്തിനാവരുത്. ഞാൻ ഒഴിഞ്ഞു പോയേ പറ്റൂ. എങ്ങോട്ട്? ദൂരെ എവിടേക്കെങ്കിലും കാണാമറയത്ത്. അല്ലെങ്കിലേ അപ്പു തേടി വരും. അവന് വരാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക്. നീ കയറ്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. പേടിക്കണ്ട, പിടിച്ചിരുന്നോ. പിടിച്ചോ.
ഉടനെ വിളിക്കാം. ശരി, ഓ. ആ, അതെ, ഹലോ, കാമ. ഒന്ന് നിന്നെ. വാടോ. ഒന്ന് മാറ്. എന്താ? ഈ ബ്ലഡ് കൊടുത്ത കാശ് കിട്ടില്ലേ മാഷേ? ഞാൻ ശങ്കർ, ജമിനിയുടെ മാനേജരാ. ചോദിക്ക് കാശ് പിടിക്ക്. Sure, I'll take care. Okay, thank you. ആ ദേവരാജൻ കാണണമെന്ന് പറയണു. ആ, വിളിക്കൂ. ശരി. Okay, take rest. Okay, doctor. എന്താ മാഡം ഇത്? ഒരാഴ്ച കൂടി റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു തീർന്നില്ല. ആരത്? ദേവരാജൻ എന്റെ ജീവൻ രക്ഷിച്ച ആളാ. ഓ, ക്രെയിൻ സർവീസ്. വന്നു, കണ്ടു, ഗുഡ്. സംസാരിക്കരുത്, സംസാരിപ്പിക്കരുത്. ശങ്കർ, നിങ്ങൾ ശ്രദ്ധിക്കണം. സർ, ഒക്കെന്ന് കിട്ടുന്ന ശവമാണെ 500 രൂപ കൂടുതൽ കിട്ടും. ബിസിനസിന്റെ വശത്തോട് നോക്കുമ്പോൾ ആള് തട്ടിപ്പോകുന്നതാ ഞങ്ങൾക്ക് ലാഭം. എന്നാലും ഇവരൊക്കെ ഇങ്ങനെ അംഗഭംഗമില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ ഈ കാഴ്ച തന്നെ വലിയൊരു റെമ്യൂണറേഷൻ അല്ലേ ഡോക്ടറെ? വർഗീസ് അച്ഛൻ പറയുന്ന പോലെ തമ്പുരാന്റെ അക്കൗണ്ടിൽ നമ്മുടെ പേരിൽ നല്ലൊരു തുക ക്രെഡിറ്റ് ആവും. നിങ്ങൾ പോയിക്കോ, ഞാൻ ഇച്ചിച്ച് പിരിവൊന്നും വന്നതല്ല. ആരാ വർഗീസ് അച്ഛൻ? എന്റെ ബോസാ. എന്തായാലും ഇങ്ങനെ നല്ല ജീവനോടെ കണ്ടത് സന്തോഷമുണ്ട് പെങ്ങളെ. നാളെ മറ്റന്നാളെ പോകാന്നല്ലേ പറഞ്ഞു? നന്നായി. ഇനി സിനിമ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇനി ബോറായാലും കൂവല്ല, കൂവിക്കേ. ഓട്ടെ ശങ്കർ. ദേവരാജ, ഇത് ഞങ്ങളുടെ സന്തോഷത്തിന്. അപ്പൊ എനിക്ക് സന്തോഷിക്കണ്ടേ ശങ്കർ സാറേ? പറഞ്ഞു കേട്ടതുപോലെ നിങ്ങളുടെ പ്രൊഡ്യൂസർ അത്ര കഞ്ഞൊന്നുമല്ല. ചെയ്ത ജോലിക്കുള്ള കൂലി അയാളാണ് പൈ തീർത്തു തന്നത്. ഇത് കൈക്കൂലിയാ. ഇത് വാങ്ങിക്കാതിരിക്കുന്നതാണ് എന്റെ സന്തോഷം. ഇതാരിത്? വറിയിച്ചനോ? എടാ വേ, ഞാൻ മനസ്സുകൊണ്ട് വരിക. എനിക്കെല്ലാം മറക്കണം. നിന്റെ ഈ വാട്ടർ പ്രൈസ് ഉണ്ട്. എനിക്കങ്ങനെ സ്ഥിരം കഴിപ്പൊന്നുമില്ല. തന്നെയല്ല, ഇവിടെ മേടിച്ചു വെക്കുന്ന പതിവ് തീരെയില്ല. ഇത് തൊഴിൽശാലയല്ലേ? സരസ്വതി വിളയാടുന്ന സ്ഥലം. എവിടെ? സരസ്വതി എന്ന് പറഞ്ഞാ ദേവി. എടാ, വിവരവും വിദ്യാഭ്യാസം ഉള്ളിടത്താ സരസ്വതി. അവർക്ക് ഇവിടെ എന്ത് കാര്യം? അച്ഛന് എന്ത് പറ്റി? ലോഹ എവിടെ? ലോയിലെ വണ്ടിയുടെ പെട്ടിക്കാത്തിരിപ്പുണ്ട്. അതെന്തിനാ ഊരിയെ? കത്തോലിക്ക സഭയെ നാറ്റിക്കാണ്ടിരിക്കാൻ. സ്ഥിരമായിട്ട് ഊരിയോ? ടെമ്പറവരി. ചുമ്മാ ഇരിയെടാ. അടിക്കാൻ. അച്ഛൻ കെമിക്കൽ അടിച്ചിട്ടുണ്ടോ? കെമിക്കലാ? ഞാൻ ഒരു തെങ്ങും കള്ള് കുടിച്ചു. ആ, അതാ ഞാൻ പറഞ്ഞ ഒരു ഷാപ്പിലും കള്ളില്ല, മുഴുവൻ കെമിക്കലാ. ഓ, അച്ഛൻ ഒറ്റ അല്ലല്ല, നിന്റെ ശിങ്കിടിയും കൂടെ ഉണ്ടായിരുന്നു. അച്ഛോ? ആ, എന്നിട്ട് അവനോടെ? അവനെ ശകലം പണിയില്ല. എന്ത് പണി? വാള് പണി. എന്നിട്ട് പണി തീർന്നില്ല. പക്ഷെ എനിക്ക് അതും പാടില്ലല്ലോ. അതാ ഇങ്ങോട്ട് കയറി വന്നത്. ഓ, അത് ശരി. 10-200 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നത് വെള്ളം ഒടിച്ച് വളപണിയാ? എടാ പരമപ്പൂ. എടാ, മിനിഞ്ഞാത്ത പത്രം കണ്ടപ്പോ അനാശാലയിലെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ഓടി എന്റെ അടുത്തോട്ട് വന്നിട്ട് പറയുക, അച്ചോ അച്ചോ, ദേ സിനിമാ നടി ജമിനി വണ്ടി ഇടിച്ച് കുഴി കിടക്കുന്നു. നമ്മുടെ ദേവരായനങ്ങളെ രക്ഷപ്പെടുത്തിയത് അങ്കിളിന് ഒത്തിരി കാശ് കിട്ടിക്കാണും. ഞങ്ങൾ ഈ ഗോതമ്പ് ദോശയും ഉണക്കക്കപ്പയും നിന്നും അടുത്തു. ഒരു ബിരിയാണി സദ്യ മേടിച്ചാൽ അങ്കിളിനോട് പറ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നുമക്കളെ, ബിരിയാണി സദ്യ നമുക്ക് വേണ്ട. ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച നല്ല നെല്ലുകുത്തിയരുടെ കഞ്ഞി വെച്ച് തരാം. അതിനുള്ള കാശ് അവനോട് ഞാൻ മേടിച്ചോളാമെന്ന്. അങ്ങനെയാണ് പുള്ളി ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ദേവരാജ, ഷാപ്പും പടിക്കൽ എത്തിയപ്പോ അച്ചു എല്ലാ കാര്യം എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാൻ തകർന്നു പോയടാ. എടാ, അവളോട് കാശ് വേണമെന്ന് പറയാൻ നീ ആരാടാ? മൈസൂർ രാജാവിന്റെ കൊച്ചുമോനോ? വേലക്കൂലി അവര് തന്നു, പിന്നെ എച്ചിച്ച് മേടിക്കാന്ന് പറഞ്ഞ നമുക്കൊക്കെ ഒരു നാണമില്ല. ആ, നിനക്ക് നാണം കാണും. 100 വയറ് കറിക്കുന്ന പ്രാരാബ്ധക്കാരനാ ഞാൻ. എടാ, ആരാണ് പണിതിട്ട കൊട്ടാരം പോലത്തെ കെട്ടിടം മാത്രമേ ഉള്ളൂ. എനിക്ക് നാണമില്ലടാ. ഞാൻ നാണിച്ചാലേ എന്റെ കൊച്ചുങ്ങൾക്ക് വിശക്കും. എന്റെ കുഞ്ഞുങ്ങളുടെ അരിക്കാച്ചിന് വേണ്ടി ഏത് ചെറ്റത്തരവും ഞാൻ കാണിക്കും. ആരാ ഇവൻ? ശങ്കരൻ വാനേര. ഹലോ മിസ്റ്റർ ദേവരാജൻ. ഹലോ ഫാദർ വർഗീസ്. ഹലോ മിസ്റ്റർ ശങ്കർ, താങ്ക്സ്. ഇനി ഇതുപോലത്തെ ആവശ്യം വരുമ്പോ ഞാൻ മദ്രാസിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ പരിചയക്കാരായല്ലോ. കാർഡ് പ്ലീസ്. സോ മിസ്റ്റർ ദേവരാജൻ, ധൈര്യമായിരിക്കേണ്ട സമയമാണിത്. ദൈവം നിങ്ങളെ കൈവിടില്ല. ഓപ്പറേഷൻ വിജയ ഹോസ്പിറ്റലാണെന്നല്ലേ അതെ, പറഞ്ഞു? ഡോക്ടർ ചെറിയാൻ. നല്ല ഡോക്ടറാ. പിന്നെ മദ്രാസിലെത്തിയാൽ ഉടനെ വിളിക്കണം. ഏത് സഹായത്തിനും ഞാൻ ഉണ്ടാവും. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ്. ശരി. പെരുങ്കൊക്കെന്ന് ജീവൻ രക്ഷിക്കാൻ 20,000 തൂമ്പ. കിട്ടിയതാവട്ടെ. അടുത്ത ആഴ്ചയിലെ അപ്പു വരുന്നത്. നിങ്ങളൊന്ന് അടിച്ചു പൊളിക്ക്. എന്റെ പ്രസന്റ്. പിന്നെ ഇതെനിക്കല്ല, അരിക്കടക്കാരനാ. അവന് കച്ചവടം കൂടിയാ പിന്നെ നെറിയില്ല, പറ മാത്രമേ ഉള്ളൂ. അച്ഛൻ ജമിനിയെ കണ്ടല്ലേ? കണ്ടു.
അച്ചു പണി തുടങ്ങിയപ്പോഴേ ഞാൻ ആശുപത്രിയിലേക്ക് വിട്ടില്ലേ. മോശമായിപ്പോയി. അതേടാ, ഞാൻ മോശക്കാരനാടാ. എന്റെ കാശിങ് തന്നെ. ആഹാ, അയാളെന്താ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞു? എടാ സിറ്റുവേഷൻ ഒന്ന് കൊടിപ്പിക്കാൻ വേണ്ടി ഞാനൊരു സ്ഥിരം സിനിമാ നമ്പർ ഇട്ട് നോക്കിയതാ. നിന്റെ ഹാർട്ട് പോക്ക ബൈപ്പാസ് സർജറി വേണമെന്നൊരു കാച്ചി. പക്ഷെ വേണ്ടായിരുന്നു. ഈ സൂക്കേട് സെന്റിമെന്റ്സിനൊക്കെ പഴയ പോലെ മാർക്കറ്റിൽ ഇടാവേ. ട്രെൻഡ് മാറിപ്പോയില്ലേ? മന്മദരസ വണ്ടിയെ പറ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് അച്ഛൻ നിർബന്ധിച്ചിട്ടാ. കൊല്ല്, നെക്കി തന്നെ കൊല്ല്. 20,000 രൂപ പിച്ചനെ നെക്കി തന്നെ കൊല്ല്. അച്ഛൻ അല്ലല്ലോ അങ്ങനെ തന്നെ. സ്നേഹിച്ചാലും നെക്കിക്കൊല്ലും, സ്നേഹിച്ചില്ലാലും നെക്കിക്കൊല്ലും. കളയണ്ട, കാശ് കൊടുത്തു പിടിച്ചതാ. എനിക്കൊരു ഗേൾഫ്രണ്ട് വേണമേടാ, എനിക്കൊരു ഗേൾഫ്രണ്ട് വേണമേടാ. ബൈ ബൈ, എനിക്കൊരു ഗേൾഫ്രണ്ട് വേണമേടാ. ഹലോ അപ്പു. ബൈ അമ്മ, സീ യു. ഹലോ ദേവരാജ്. അച്ഛൻ്റെ അപ്പോ സമ്മർ വെക്കേഷന് 2 ആഴ്ച അച്ഛന്റെ കൂടെ. അതിങ്ങനെ ഫസ്റ്റ് ഡേ വേണമെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും അതല്ലല്ലോ മര്യാദ. ഞാൻ പറയാം. വേണ്ട, അപ്പൂനെ വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ട രഘു. ആ, അച്ഛനെ മീറ്റ് ചെയ്യാൻ എന്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരെ? എന്നെ? ആ, ദീപു ആൻഡ് മരിയ. വിളിക്കട്ടെ? വാ വാ. മീറ്റ് മൈ ഫാദർ. ഹലോ അങ്കിൾ. എന്തിനാ എന്നെ കാണാന്ന് പറഞ്ഞേ? ഇവള് ജെമിനിയുടെ വലിയ ഫാനാ. അച്ഛനാണ് ജെമിനിയെ ക്ലിഫ് സേവ് ചെയ്തേന്ന് അറിഞ്ഞ മുതല് ഇവള് അച്ഛനെ കാണാൻ നിക്കുക. താങ്ക് യു അങ്കിൾ. എന്തിനാ മോളെ? ജെമിനിയെ സേവ് ചെയ്തേന്. Shall I shake hands with you? അതിനെന്താ കൊടുക്കൈ. Thank you uncle. Okay, thank you. പോട്ടെ അപ്പു. ബൈ ദീപു. അമ്മോട് പറഞ്ഞോ. ആ